ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം പീതാംബരങ്കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഹരി ഓം. ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്ര പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം, സുദിനം നേരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 17ാമത്തെ ശ്ലോകമാണ് പഠിച്ചത്. ഏഷമേ പവിത്രാണാം പവിത്രം യോ മംഗളാനാം ച മംഗളം ദൈവതം ദേവതാനാം ച ഭൂതാനാം യോ അവ്യയ പിതാ. അതായിരുന്നു 17ാമത്തെ ശ്ലോകം. ഇന്ന് നമുക്ക് 20 വരെയുള്ള ശ്ലോകങ്ങൾ പഠിക്കാം. 18, 19, 20 കുറച്ച് ചെറുതാതുകൊണ്ട്. യതസർവാണി ഭൂതാനി ഭവന്ത്യാദിയുഗാഗമേ യസ്മിശ്ച പ്രളയം യാന്തി പുനരേവ യുഗക്ഷയേ തസ്യ ലോകപ്രധാനസ്യ ജഗന്നാഥസ്യ ഭൂപതേ വിഷ്ണോർനാമസഹസ്രം മേ ശൃണു പാപഭയാപഹം. യാനി നാമാനി ഗൗണാനി വിഖ്യാതാനി മഹാത്മനഃ ഋഷിഭി പരിഗീതാനി താനി വക്ഷ്യാമി ഭൂതയേ. ഇതാണ് ശ്ലോകങ്ങൾ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ശ്ലോകം എടുക്കാം. യഥ സർവാണി ഭൂതാനി ഭവന്ത്യാദി യുഗാഗമേ യസ്മിശ്ച പ്രളയം യാന്തി പുനരേവ യുഗക്ഷയെ. അപ്പോൾ യഥ ഏതൊരു സർവഭൂതാനി, ഏതൊരു സർവഭൂതങ്ങളും, സർവാണീഭൂതാനി സർവഭൂതങ്ങളും, അതായത് ഭവിച്ചതെല്ലാം ഭൂതങ്ങൾ. അപ്പോൾ എല്ലാ ചരാചരങ്ങളെന്നും അർത്ഥം. ഭവന്തി ആദി, ആദിയിലുണ്ടാകുന്നതും, യുഗാഗമേ എന്ന് വെച്ചാൽ യുഗം, കൽപ്പകാലത്തിൽ ഏതൊക്കെ ചരാചരങ്ങൾ ഭവിക്കുന്നുവോ അവയും യസ്മിശ്ച പ്രളയം യാന്തി, പ്രളയകാലത്ത് പുനരേവ യുഗക്ഷയ, അവരെല്ലാം ക്ഷയിക്കുന്നു. ഏത് യുഗത്തിൽ എങ്ങോട്ടാണോ ലയിക്കുന്നത്, അതായത് സൃഷ്ടി സ്ഥിതി സംഹാരം, ഇത് മൂന്നും നടക്കുന്നത് തസ്യ ലോകപ്രധാനസ്യ, ആ ലോകപ്രധാനൻ്റെ അല്ലെങ്കിൽ ജഗന്നാഥസ്യ ഭൂപതി, ജഗത്തിൻ്റെ മുഴുവൻ നാഥനായ ആ ഭഗവാന്റെ ഭൂപതേന്ന് ഇവിടെ പറഞ്ഞത് അല്ലയോ യുധിഷ്ഠിരനെ രാജാവായതുകൊണ്ട് അല്ലയോ രാജാവേ എന്ന് വിളിച്ചിട്ട് ഭീഷ്മ പിതാമൻ പറയാ വിഷ്ണോഹോ, ഇങ്ങനെയുള്ള മഹാവിഷ്ണുവിൻ്റെ എന്തൊക്കെ ജഗന്നാഥനും ലോകത്തിൻ്റെ മുഴുവൻ പ്രധാനനുമായി സൃഷ്ടി സ്ഥിതി സംഹാരം എല്ലാം നടത്തുകയും യുഗായുഗങ്ങളിൽ വേണ്ടതുപോലെ നടത്തുകയും ചെയ്യുന്ന ആ വിഷ്ണുവിൻ്റെ, വിഷ്ണോഹോ വിഷ്ണുവിൻ്റെ നാമസഹസ്രം 1000 നാമങ്ങൾ മേ ശൃണു, എന്നിൽ നിന്ന് കേട്ടാലും. ഇനി അത് കേൾക്കുന്നതുകൊണ്ട് എന്താ പ്രയോജനം എന്ന് ലാസ്റ്റ് വാക്കിൽ പാപഭയാപകം, ഈ സംസാര ദുഃഖം, അതിലുണ്ടാകുന്ന ഭയങ്ങളും പാപങ്ങളും എല്ലാം നശിക്കുന്നു. ആപഹം എന്ന് പറഞ്ഞാൽ അപഹരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇല്ലാതെയാക്കുന്നു. അപ്പം പാപങ്ങളെ ഇല്ലാതെയാക്കുന്നു, കൂടാതെ ഭയത്തിൽ നിന്നും മോചനം തരുന്നു. അപ്പം ഭയങ്ങളെയും പാപങ്ങളെയും ഇല്ലാതെയാക്കുന്നു. സംസാര ഭയം എന്ന് പറയുമ്പോൾ ജനന മരണ ദുഃഖങ്ങളെല്ലാം, മരണമൊക്കെ ഇതാണ്, അത് ഭയമാണ്. അതുകൊണ്ട് അതിനെയെല്ലാം ഇല്ലാതെയാക്കുന്നു എന്ന് പറഞ്ഞു. അതിവിടെ യുഗാരംഭത്തിൽ, അതായത് കൽപ്പത്തിൻ്റെ തുടക്കത്തിൽ എല്ലാ ചരാചരങ്ങളും എവിടെ നിന്ന്, ആരിൽ നിന്ന് ഉത്ഭവിക്കുകയും വീണ്ടും യുഗ അവസാനത്തിൽ പ്രളയകാലത്ത് ഏവനിൽ ലയിക്കുകയും ചെയ്യുന്നുവോ അല്ലയോ രാജാവേ, ഇപ്രകാരമുള്ള ആ ഏകദേവൻ്റെ, ആ ഏകനായ ദേവൻ്റെ വിദ്യാസ്ഥാനങ്ങളിൽ പ്രതിപാദിക്കപ്പെട്ടവൻ്റെ, എല്ലാ ലോകങ്ങളുടെയും സ്വാമിയായിരിക്കുന്ന ആ മഹാവിഷ്ണുവിൻ്റെ 1000 നാമങ്ങളെ എന്നിൽ നിന്ന് കേട്ടാലും, ഈ നാമങ്ങൾ അശുഭകർമ്മങ്ങളാൽ ഉണ്ടാവുന്ന സർവ പാപങ്ങളെയും സംസാര ഭയത്തെയും ഇല്ലാതെയാക്കുന്നവയാകുന്നു എന്നർത്ഥം. ഇനി പുനരേവ എന്ന് പറഞ്ഞതുകൊണ്ട്, ഏവ എന്ന് പറഞ്ഞതുകൊണ്ട്
ആ ദേവനിൽ നിന്ന് തന്നെ ഏത് ദേവനിൽ നിന്നാണോ ഉത്ഭവിക്കുന്നത് അവനിൽ തന്നെ നാശവും ഉണ്ടാകുന്നു, എല്ലാം അവനിൽ തന്നെ ലയിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു. അതുപോലെ യസ്മിശ്ച, അവിടെ ആ ച എന്നുള്ള ശബ്ദം, അതുകൊണ്ട് ഉൽപ്പത്തിയുടെയും നാശത്തിൻ്റെയും യും എന്നുള്ള ഇതാണ്. അപ്പം ഇടയിലുള്ള സ്ഥിതികാലം, അതാ നമ്മുടെ സംരക്ഷണം. അപ്പോൾ ഇതെല്ലാം ഈ മഹാവിഷ്ണുവാണ് നടത്തുന്നത്. അതുകൊണ്ട് ഈ ശ്ലോകം ശ്രുതിയെ ആസ്പദമാക്കിയതായിരുന്നു. ശ്രുതി എന്ന് പറഞ്ഞ ഒരു ശ്ലോകം തന്നിട്ട് പറയുക, ശ്രുതി വേദങ്ങൾ ഇങ്ങനെ പറയുന്നു, യഥോ വാ ഇമാനി ഭൂതാനി ജായന്തേ യോ ജാതാനി ജീവന്തി യത് പ്രയത്ന അഭിസംവിശന്തി എന്ന് തൈത്തിരീയ ഉപനിഷത്തിലെ ഒരു മന്ത്രം തന്നിട്ട് പറയുകയാണ്. യാതൊന്നിൽ നിന്ന് ഈ ചരാചരങ്ങളെല്ലാം ഉത്ഭവിക്കുന്നുവോ, യാതൊന്നിൻ്റെ പ്രഭാവത്താൽ അവ ജീവിച്ചിരിക്കുന്നുവോ, പിന്നീട് മരിച്ച് യാതൊന്നിൽ തന്നെ ചെന്നു ചേരുന്നുവോ, ഇതാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം എന്ന്. അടുത്ത ശ്ലോകം കൂടി എടുക്കാം. യാനി നാമാനി ഗൗണാനി വിഖ്യാതാനി മഹാത്മനഃ ഋഷിഭി പരിഗീതാനി താനി വക്ഷ്യാമി ഭൂതയെ. മഹാത്മാവായ മഹാവിഷ്ണുവിൻ്റെ ഗുണങ്ങളെ പ്രകീർത്തിക്കുന്നതും ഋഷികളാൽ ഗാനം ചെയ്യപ്പെട്ടതുമായ നാമങ്ങളെ പുരുഷാർത്ഥ ചതുഷ്ടയത്തെ ആഗ്രഹിക്കുന്നവരുടെ ഐശ്വര്യത്തിനായി, അതായത് ലോകത്തിൻ്റെ നന്മയ്ക്കായി ഞാൻ പറഞ്ഞു തരാം, അങ്ങ് കേട്ടാലും എന്ന് പറയുന്നു. മഹാവിഷ്ണു മഹാനും ആത്മാവുമാകുന്നു. പിന്നെ ആത്മാവ് എന്ന് പറയപ്പെടുന്ന കാരണം ഹരിവംശത്തിൽ പറയുന്നത് ഈ ഭഗവാനാണ് എല്ലാ ജീവജാലങ്ങളിലും ഉള്ളിലിരുന്ന് എല്ലാവരെയും നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് അപ്പം ഈ ശ്ലോകത്തിൻ്റെ രണ്ടിൻ്റെയും അർത്ഥം ഒന്നിച്ച് നമുക്കൊന്ന് നോക്കാം. ഒന്നിച്ചുള്ള അർത്ഥം, യതസർവാണി ഭൂതാനി ഭവന്ത്യാദി യുഗാഗമേ യസ്മിശ്ച പ്രളയം യാന്തി പുനരേവ യുഗക്ഷയേ തസ്യ ലോകപ്രധാനസ്യ ജഗന്നാഥസ്യ ഭൂപതേ വിഷ്ണോർനാമസഹസ്രം മേ ശൃണു പാപഭയാവഹം. ചരാചരങ്ങൾ ആദിയുഗത്തിൻ്റെ ആരംഭത്തിൽ ആരിൽ നിന്നാണോ ഉത്ഭവിക്കുകയും ആരിലേക്കാണോ പ്രളയകാലത്ത് ലയിക്കുകയും ചെയ്യുന്നത്, ആ ലോകൈകനാഥനും സർവപ്രധാനനുമായ വിഷ്ണുവിൻ്റെ 1000 നാമങ്ങൾ പാപങ്ങളും ഭയങ്ങളും ഇല്ലാതാക്കുന്നു. അല്ലയോ രാജാവേ, നീ എന്നിൽ നിന്ന് കേട്ടാലും. അടുത്ത ശ്ലോകം, യാനി നാമാനി ഗൗണാനി വിഖ്യാതാനി മഹാത്മന ഋഷിഭി പരിഗീതാനി താനി വക്ഷ്യാമി ഭൂതയെ. മഹാവിഷ്ണുവിൻ്റെ വിഖ്യാത ഗുണങ്ങളെ പ്രകീർത്തിക്കുന്നതും മഹർഷിമാരാൽ ഗാനം ചെയ്യപ്പെട്ടവയുമായ നാമങ്ങൾ സർവ്വ ഐശ്വര്യസിദ്ധിക്കായി ഞാൻ പറഞ്ഞു തരാം. ഇതോടുകൂടി 3 ശ്ലോകങ്ങൾ കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിൽ വരും വരേക്കും ഹരി ഓം.